ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നടത്തിയ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ പ്രൊവിഷൻ ആൻസർ കീ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീശുന്ന കാറ്റുകളെ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇവിടെ ആൻസർ സി ആണ്. 1, 2, 3 മാത്രമാണ് ശരി. സിറാക്കോ എന്നത് സഹാറ മരുഭൂമിയിൽ നിന്ന് കിഴക്കോട്ട് വീശുന്ന മെഡിറ്ററേനിയൻ കടൽ കടന്ന് വീശുന്ന ഒരു ചൂടുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റാണ്. ബോറ എന്നത് ഹംഗറിയിൽ നിന്നും ഇറ്റലിയുടെ വടക്കുഭാഗത്തേക്ക് വീശുന്ന ഒരു തണുത്തതും വരണ്ടതുമായ കാറ്റാണ്. ആൻഡീസ് പർവ്വതനിരയുടെ പടിഞ്ഞാറൻ ചെരുവുകളിൽ വീശുന്ന തണുത്തതും വരണ്ടതുമായ കാറ്റാണ് പൂനാക്കാറ്റ്. ഇത് മൂന്നും ശരിയാണ്. അതായത് ആൻഡീസ് പർവ്വതനിരയുടെ പടിഞ്ഞാറൻ ചെരുവിൽ നിന്ന് വീശുന്ന തണുത്തതും വരണ്ടതുമായ കാറ്റ് പൂനാക്കാറ്റാണ്. ബോറ എന്നത് ഹംഗറിയിൽ നിന്ന് ഇറ്റലിയുടെ വടക്കുഭാഗത്തേക്ക് വീശുന്ന ഒരു തണുത്തതും വരണ്ടതുമായ കാറ്റാണ്. സിറാക്കോ എന്നത് സഹാറ മരുഭൂമിയിൽ നിന്ന് കിഴക്കോട്ട് വീശുന്ന മെഡിറ്ററേനിയൻ കടൽ കടന്ന് വീശുന്ന ഒരു ചൂടുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റാണ്. ഇനി നമുക്ക് തന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. മധ്യ ഫ്രാൻസിലെ പീഠഭൂമിയിൽ നിന്ന് താഴേക്ക് വീശുന്ന വളരെ തണുത്ത കാറ്റാണ് ഹർമാട്ടൻ. ഇത് തെറ്റായ പ്രസ്താവനയാണ്. സഹാറ മരുഭൂമിയിൽ നിന്നും പശ്ചിമ ആഫ്രിക്കയിലേക്ക് വീശുന്ന വരണ്ടതും പൊടി നിറഞ്ഞതുമായ ഉഷ്ണക്കാറ്റാണ് ഹർമാറ്റൻ. ഫ്രാൻസിലെ പീഠഭൂമിയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റിനെ മിസ്ട്രൽ എന്നാണ് വിളിക്കുന്നത്. ഫ്രാൻസിലെ പീഠഭൂമിയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റിനെയാണ് മിസ്ട്രൽ എന്ന് വിളിക്കുന്നത്. ഹർമാറ്റൻ എന്താ? സഹാറയിലെ മരുഭൂമിയിൽ നിന്നും പശ്ചിമ ആഫ്രിക്കയിലേക്ക് വീശുന്ന പൊടി നിറഞ്ഞതും വരണ്ടതുമായ കാറ്റ് സഹാറയിൽ നിന്ന് വീശുന്നതാണ് ഹർമാട്ടൻ. മിസ്ട്രൽ എന്ന് പറയുന്നതാണ് ഫ്രാൻസിലെ പീഠഭൂമിയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെയും കായലിനെയും പരിശോധിക്കുമ്പോൾ ഈ പ്രസ്താവനയിൽ ഏതാണ് ശരി അല്ലാത്തതെന്നാണ്. 1 ശരിയല്ല. കാരണം കേരളത്തിൽ 44 നദിയുണ്ട്. അതിൽ 41 നദികളും പടിഞ്ഞാറോട്ടേക്കും 3 നദി കിഴക്കോട്ടേക്കുമാണ് ഒഴുകുന്നത്. 2, 3, 4 ശരിയാണ്. ദേശീയ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിലെ 4 ഇടത്തരം നദികളുണ്ട്. കേരളത്തിൽ ഇടത്തരം നദികൾ ചാലിയാർ, പെരിയാർ, പമ്പ, ഭാരതപ്പുഴ. കേരളത്തിൽ മീഡിയം സൈസ് നദി തൊട്ടാണുള്ളത്. ചാലിയാർ നദിയുടെ പ്രധാന പോഷക നദി ഇരിങ്ങപ്പുഴ, ചെറുപുഴ, കുറുമ്പൻപുഴ 2002 നവംബറിൽ വെമ്പനാട് തടാകത്തെ റംസാർ സൈറ്റായി അംഗീകരിച്ചു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റ്. എന്ന് വെച്ചാൽ സ്ലിം എന്ന് വെച്ചാൽ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂണാണ്. ഇത് ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത ദൗത്യമല്ല. പകരം ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സ ഒറ്റയ്ക്ക് നടപ്പിലാക്കുന്ന ദൗത്യമാണ് സ്ലിം. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്ന് പറയുന്നത് ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസി ജാക്സ ഒറ്റയ്ക്ക് നടത്തുന്ന ദൗത്യമാണ്. എന്നാൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേരാണ് ലൂപ്പെക്സ്. ഇന്ത്യയും ജപ്പാനും ചേർന്ന് ഭാവിയിൽ നടത്താൻ പദ്ധതിയിട്ട ചാന്ദ്ര ദൗത്യം ലൂപ്പെക്സ്. എന്നാൽ ജപ്പാൻ ഒറ്റയ്ക്ക് നടത്തുന്ന ദൗത്യമാണ് സ്ലിം. ഇനി മറ്റ് ഓപ്ഷൻസൊക്കെ ശരിയാണ്. ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേഷണത്തിനായി ഒരു അത്യാധുനിക ദൂരദർശിനി സൃഷ്ടിക്കാനായി ഇന്ത്യ, USA, ചൈന, കാനഡ, ജപ്പാൻ എന്നിവ തമ്മിലുള്ള ആഗോള സഹകരണമാണ് 30 മീറ്റർ ടെലിസ്കോപ്പ്. സൂര്യൻ്റെ കൊറോണയെയും സൗരയൂഥത്തിലെ അതിൻ്റെ സ്വാധീനത്തെയും കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൗര നിരീക്ഷണാലയമാണ് ആദിത്യ L1. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ദൗത്യം ഒരു ഡുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള നാസയുടെയും ഇസ്രോയുടെയും തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, എൻജിൻസ് ഓഫ് ചേഞ്ച് ദ റെയിൽ റോഡ്സ് ദാറ്റ് മെയ്ഡ് ഇന്ത്യ. എൻജിൻസ് ഓഫ് ചേഞ്ച് ദ റെയിൽ റോഡ്സ് ദാറ്റ് മെയ്ഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ഇയാൻ ജെ കെർ. 5, എൽനിനോയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 2 ശരിയാണ്, 3 തെറ്റാണ്. ഇനി എൽനിനോ എന്താ? പസഫിക് സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. മധ്യ കിഴക്കൻ ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതലത്തിലെ താപനില ഇടയ്ക്കിടെ ചൂടാകുന്നതിലൂടെ കാണപ്പെടുന്ന ഒരു കാലാവസ്ഥാ രീതിയാണ് എൽനിനോ സംഭവങ്ങൾ ഏകദേശം 2 മുതൽ 7 വർഷം കൂടുമ്പോൾ ക്രമരഹിതമായി സംഭവിക്കുന്നു.
ഇതൊക്കെ ശരിയാണ്. എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എൽനിനോ കാലയളവിൽ ട്രേഡ് കാറ്റുകൾ ശക്തമാകുന്നു എന്നത് തെറ്റാണ്. എൽനിനോ സമയത്ത് വാതകം അതായത് ട്രേഡ് വിൻഡ്സ് ശക്തി കുറയും. എൽനിനോ സമയത്ത് ട്രേഡ് വിൻഡ്സിൻ്റെ ശക്തി കുറയും. കാരണം പിന്നെ അവർ ദിശ മാറി ചിലപ്പോൾ വീശാനും ചാൻസ് ഉണ്ട്. ഇനി വാണിജ്യവാതകങ്ങൾ ശക്തമാകുന്നത് ലാനിന പ്രതിഭാസം വരുമ്പോഴാണ്. എൽനിനോ പ്രതിഭാസത്തിൽ എന്താണ് ആവുന്നത്? വാണിജ്യവാതകം വീക്കാവുകയാണ് ചെയ്യുന്നത്, ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പെനിൻസുലാർ പീഠഭൂമികളെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ പെനിൻസുലാർ പീഠഭൂമിയെക്കുറിച്ചുള്ള 1ഉം 3ഉമാണ് ശരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൗതിക യൂണിറ്റാണ് പെനിൻസുലാർ പീഠഭൂമി. നദീതടങ്ങളും താഴ്വരകളും ഇടകലർന്ന നിരവധി ചെറിയ പീഠഭൂമിയും കുന്നിൻ പ്രദേശങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് പീഠഭൂമിയുടെ ചെരിവുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നത്. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ട് മിക്ക നദികളും ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതിലെല്ലാം ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സൈലന്റ് വാലി നാഷണൽ പാർക്ക് നീലഗിരി ബയോസ്ഫിയർ റിസർവിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സൈലന്റ് വാലി ഏത് ബയോസ്ഫിയർ റിസർവിൻ്റെ ഉള്ളിലാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇത് കേരളത്തിലെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് കൺഫ്യൂഷൻ ഉണ്ട് ആൻസർ. കാരണം സൈലന്റ് വാലിയുടെ പ്രധാന ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. മലപ്പുറവുമായിട്ട് അതിർത്തി പങ്കിടുന്നേ ഉള്ളൂ. അതുകൊണ്ട് മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാലും ആൻസർ കൺഫ്യൂഷൻ ഉണ്ട്. 3, സിംഹവാലൻ കുരങ്ങ്, നീലഗിരി, തഹർ തുടങ്ങിയ അപൂർവ ഇനങ്ങളുടെ ആവാസ കേന്ദ്രമാണ് സൈലന്റ് വാലി. ഏതൊക്കെയാണ്? സിംഹവാലൻ കുരങ്ങും നീലഗിരി, തഹറും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ചെനാബാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെ ഇത് നിർമ്മിച്ചിരിക്കുന്നു. നദീതടത്തിൽ നിന്നും എത്ര മീറ്റർ ഹൈറ്റാണ്? 350 മീറ്റർ ഹൈറ്റ് ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരമുണ്ട്. പ്രത്യേകത, ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സുസ്ഥിരതയോടെ ഇന്ത്യ 10% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ തത്വശാസ്ത്രമാണ് പുനഃപരിശോധിച്ച് പൊരുത്തപ്പെടാൻ ഏറ്റവും അനുയോജ്യം? ഇതിന് ആൻസർ 11ാം പദ്ധതിയുടെ സമഗ്രവും സുസ്ഥിരമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ് ആൻസർ. 10, ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യം തദ്ദേശീയ വ്യവസായങ്ങളെ ആകർഷിക്കുന്നതിനോടൊപ്പം കൂടുതൽ വിദേശ നേരിട്ടുള്ള നിക്ഷേപം ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1991 ശേഷമുള്ള ഏതു നയമാണ് മികച്ച ബാലൻസ് നൽകുന്നത്? ആൻസർ ബി ആണ്. വ്യക്തമായ FDI പരിധികളും അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രകടന ആവശ്യകതകളും ഉള്ള സെലക്റ്റീവ് ഉദാരവൽക്കരണമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ആൻസർ സി ആണ്. പരിപാടികൾ നടപ്പിലാക്കുന്നതിനായി മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ഫണ്ട് അനുവദിക്കുക. നീതി ആയോഗിന് ഫണ്ട് അനുവദിക്കാൻ പറ്റില്ല. ധനകാര്യ മന്ത്രാലയത്തിനും ഫിനാൻസ് കമ്മീഷനൊക്കെയാണ് ഫണ്ട് അനുവദിക്കാൻ പറ്റുന്നത്. ചരിത്രത്തിലാദ്യമായി 2025 ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലെ മികച്ച 100 രാജ്യങ്ങളിൽ ഇന്ത്യ 99ാം റാങ്കിൽ ഇടം നേടി. ഇന്ത്യയുടെ വികസനത്തെ മികച്ച 100 സ്ഥാനങ്ങളിലേക്ക് നയിച്ചതിന് ഏത് സുസ്ഥിര വികസന മേഖലകളാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ സി ആണ്. ആരോഗ്യം, ശുദ്ധമായ ഊർജം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം. അതായത് SDG റാങ്ക് 100 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് 99 റാങ്ക് കിട്ടിയതിന് കാരണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആരോഗ്യം, ശുദ്ധമായ ഊർജ്ജം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം. 13, ദുരന്ത നിവാരണ സ്ഥാപനത്തിന് കീഴിലുള്ള സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ ആരാണ്? ദുരന്ത നിവാരണ സ്ഥാപനത്തിന് കീഴിലുള്ള സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ ആൻസർ ബി ആണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ദുരന്ത നിവാരണം.
കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രാഥമികമായി ഉത്തരവാദിത്തമുള്ള ഭരണഘടനാ ഭേദഗതികൾ ഏതാണ്? 73ഉം 74ഉം ഭേദഗതി. ഏറ്റവും മികച്ച പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന ചോദ്യം പരിഗണിക്കാൻ ഏത് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു? ആൻസർ എ ആണ്, ഗാഡ്ഗിൽ കമ്മിറ്റി. 16 കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കലും നടത്തുന്ന സ്ഥാപനം ഏതാണ്? കിലയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പരിശീലനവും ശേഷിയും വർദ്ധിപ്പിക്കലും നടത്തുന്ന സ്ഥാപനം കില. 17 കേരളത്തിലെ ആസൂത്രണ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്ലാൻ സ്പേസ് സംവിധാനം എന്താണ്? ആൻസർ സി ആണ്, പദ്ധതി നിർവഹണം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംയോജിത MIS ആണ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന ഏത് മുൻനിര സാമൂഹ്യ വികസന പദ്ധതിയാണ് കേരളത്തിൽ പരിവർത്തനത്തിന് ഉത്തേജകമായി എടുത്തു കാണിക്കുന്നത്? ആൻസർ ബി, അതിരുകടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. 19 ആരോഗ്യരംഗത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ ഉയർന്ന പ്രകടനം കൈവരിക്കുന്നതിന് കേരളത്തെ സമ്പന്നമാക്കുന്നതിൽ ഏത് സംരംഭമാണ് കേന്ദ്ര പങ്ക് വഹിച്ചത്? ആൻസർ ബി, കുടുംബശ്രീ നയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവൈലൻസ്. 20 ജലഭക്ഷ്യ ശൃംഖലകളിൽ ഏറ്റവും ശക്തമായി ബയോ മാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഖരലോഹം ഏതാണ്? ആൻസർ ബി ആണ്, മെർക്കുറി. ബ്രാക്കറ്റിലെ മീഥൈൽ മെർക്കുറി. ജലഭക്ഷ്യ ശൃംഖലകളിൽ ഏറ്റവും ശക്തമായി ബയോ മാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഘനലോഹം മെർക്കുറി. 21 ഡയബറ്റിസ് മെലിറ്റസിൻ്റെ വളർച്ചയിലെ ആദ്യകാല അസാധാരണത്വം സാധാരണയായി ഇവയാണ്. അതായത് ഡയബറ്റിസ് മെലിറ്റസ് വളർച്ചയിൽ ഇവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് 2 എന്ന് പറയുന്നുണ്ട്. ടൈപ്പ് 2 എന്താ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ ഏർലിയസ്റ്റ് അബ്നോർമാലിറ്റീസ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് ഈസ് ടിപ്പിക്കലി. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, പേശികളിലും കരളിലും ഇൻസുലിൻ പ്രതിരോധം. അതായത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ശരീരത്തിലെ കോശങ്ങൾ, അതായത് ഇതിൻ്റെ സ്റ്റെപ്പാണ് ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ. ആദ്യമായിട്ട് ശരീരം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് കാണിക്കുക. ശരീരത്തിലെ കോശങ്ങൾക്ക്, പ്രത്യേകിച്ച് പേശികളിലെയും കരളിലെയും കോശങ്ങൾ ഇൻസുലിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണിത്. പ്രമേഹ രോഗനിർണയം നടത്തുന്നതിന് ഏകദേശം 10 മുതൽ 15 വർഷം മുമ്പ് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരം കാണിച്ചു തുടങ്ങും. രണ്ടാമത്തതാണ് സ്റ്റെപ്പാണ് കോമ്പൻസേറ്ററി ഹൈപ്പർ ഇൻസുലിനീമ. ഇൻസുലിൻ റെസിസ്റ്റൻസ് മറികടക്കാൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലായിരിക്കും. പക്ഷേ ഇൻസുലിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതൽ കോശങ്ങൾ കാര്യമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് ബീറ്റ കോശം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഷുഗർ ലെവൽ സാധാരണ രീതിയിലായിരിക്കും, പക്ഷേ ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും. മൂന്നാമത്തതാണ് ബീറ്റ സെൽ തകരാറ്. കാലക്രമേണ അമിതമായി ജോലി ചെയ്യുന്നത് കാരണം പാൻക്രിയാസിലെ കോശങ്ങൾക്ക് തളർച്ച സംഭവിക്കുകയും ആവശ്യത്തിന് ഇൻസുലിൻ നിർമ്മിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇതോടെയാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ തുടങ്ങുന്നത്. ഇതാണ് ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൻസർ സി ആണ്, പേശികളിലും കരളുകളിലും ഇൻസുലിൻ പ്രതിരോധമാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ എ, സമ്പൂർണ്ണ ഇൻസുലിൻ കുറവ്. സമ്പൂർണ്ണ ഇൻസുലിൻ കുറവ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ പ്രാഥമിക സവിശേഷതയാണ്. ഓട്ടോ ഇമ്മ്യൂണൽ ബീറ്റ നാശം എന്ന് പറയുന്നത് ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ പ്രാഥമിക കാരണവുമാണ്. 22 സെറിബ്രൽ മലേറിയയ്ക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാറത്തിൻ്റെ ഏത് ഘട്ടമാണ്? ആൻസർ ഡി ആണ്, സീക്വസ്റ്റേർഡ് പക്വതയുള്ള ട്രോഫോസോയിറ്റുകളും സ്കീസോണ്ടുകളും. ഒരു രോഗിക്ക് പെരിഫറൽ ന്യൂറോപ്പതി, ഗ്ലോസിറ്റിസ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നിവ അനുഭവപ്പെടുന്നു. ലാബ് പരിശോധനയിൽ ഉയർന്ന ഹോമോസിസ്റ്റീൻ എന്നാൽ സാധാരണ മെഥൈൽ ലോണിക് ആസിഡ് കാണിക്കുന്നു. ഏത് പോഷകക്കുറവാണ് ഏറ്റവും സാധ്യത? ഫോളേറ്റ്. ആൻസർ ബി ആണ്. 24 മനുഷ്യ രക്തചംക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ള കോശങ്ങൾ ഏതാണ്? ആൻസർ ബി ആണ്, ന്യൂട്രോഫില്. 25 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമധ്യരേഖയിൽ 2025 പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു. പൊട്ടിപ്പുറപ്പെടലിൻ്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗം? ആൻസർ സി, മലേറിയ. ഇനി മാത്സ് ആണ് ക്വസ്റ്റ്യൻസ്. ഫർണിച്ചറുകൾ 820 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വിൽപ്പനക്കാരന് 20% നഷ്ടമായെങ്കിൽ വില കണ്ടെത്തുക.
അപ്പോൾ 820 എന്ന് പറയുമ്പോൾ 80% ആയിരിക്കും. 80% 820 ആണെങ്കിൽ അതിൻ്റെ 100% കാണുക. 27 ആൻസർ ബി ആണ്. 1025. 27ൻ്റെ ആൻസർ സി ആണ്. 28ൻ്റെ ആൻസർ ബി ആണ്. 29ൻ്റെ ആൻസർ എ ആണ്. 30ൻ്റെ ആൻസർ ഡി ആണ്. 31ൻ്റെ ആൻസർ ബി ആണ്. 32ൻ്റെ ആൻസർ ഡി ആണ്. 33ൻ്റെ ആൻസർ ഡി ആണ്. 34ൻ്റെ ആൻസർ എ ആണ്. 35ൻ്റെ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റ് എന്ന ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ്. 1, 3 മാത്രമാണ് ശരി. സെറ്റ് എന്ന ബുദ്ധിമാന്ദ്യമുള്ള ഒരു വ്യക്തിയെ എയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ എക്ക് സെറ്റ് സുബോധമുള്ളവനാണെങ്കിൽ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അതേ അവകാശമുണ്ട്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ പൊതു അധികാരികളുടെ സംരക്ഷണം തേടാൻ സമയമുള്ള സന്ദർഭങ്ങളിൽ സ്വകാര്യ പ്രതിരോധത്തിന് അവകാശമില്ല. അതും ശരിയാണ്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ് തെറ്റ്. വേർപിരിയൽ സമയത്ത് ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് നടത്തുന്ന ലൈംഗിക ബന്ധത്തെ വേർപിരിയൽ ഉത്തരവുള്ളപ്പോൾ മാത്രമേ കുറ്റകരമായി കണക്കാക്കാൻ കഴിയൂ. അത് തെറ്റാണ്. അതായത് വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയുമായി അവരുടെ സമ്മതമില്ലാതെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാണ്. ഇത് കോടതിയുടെ പിരിഞ്ഞു താമസിക്കാനുള്ള ഉത്തരവ് ഉള്ളപ്പോൾ മാത്രമല്ല, അല്ലാതെ പരസ്പര ധാരണയിൽ മാറി താമസിക്കുമ്പോഴും ബാധകമാണ്. അതിനാൽ കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ഇത് കുറ്റമാകൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. BNSSൻ്റെ ഏത് വ്യവസ്ഥയാണ് വാറണ്ട് ഇല്ലാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥകൾ വിശദീകരിക്കുന്നത്? ആൻസർ ഡി ആണ്. സെക്ഷൻ 35. 38 ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റത്തിൻ്റെ സാധുതയ്ക്ക് വ്യവസ്ഥ വിവരിക്കുന്നത്? ആൻസർ എ ആണ്. സെക്ഷൻ 23. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ ശരിയായ ഓപ്ഷൻ 1, 4 മാത്രമാണ് ശരി. BNS സെക്ഷൻ 111 സംഘടിത കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ്. BNS സെക്ഷൻ 129 ക്രിമിനൽ ബലപ്രയോഗം നിർവചിച്ചിരിക്കുന്നു. 40 ഒരു കോഗ്നിസബിൾ കുറ്റകൃത്യം ചെയ്യുന്നത് തടയാൻ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ BNSSലെ ഏത് വ്യവസ്ഥയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നത്? സെക്ഷൻ 170. BNSലെ ലൈംഗിക പീഡന കുറ്റകൃത്യത്തെ താഴെ പറയുന്നതിൽ ഏതാണ് നിർവചിച്ചിരിക്കുന്നത്? സെക്ഷൻ 75. 42 ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. 2, 3 ശരി. ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ ഒരാളെ വാറണ്ടില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ജാമ്യത്തിൽ വിടാൻ അർഹതയുണ്ടെന്നും അയാൾക്ക് വേണ്ടി ജാമ്യക്കാരെ ഏർപ്പാട് ചെയ്യാമെന്നും അറിയിക്കണം. സിവിൽ ബലപ്രയോഗം ഉപയോഗിച്ച് സംഘം ചേരുന്നതിനുള്ള വ്യവസ്ഥകൾ BNSSലെ സെക്ഷൻ 148 വിശദീകരിക്കുന്നു. 43 ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം 1, 3 മാത്രമാണ് ശരി. ചോദ്യം എ ഒരു പ്രത്യേക വിഷം കഴിച്ചു എന്നതാണ്. ആ വിഷം കഴിച്ച മറ്റു വ്യക്തികൾ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്ന വസ്തുത വിദഗ്ധർ ആ വിഷത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് പ്രസക്തമാണ്. എയുടെ മരണം വിഷം മൂലമാണോ എന്നതാണ് ചോദ്യം. എ മരിച്ചതായി കരുതപ്പെടുന്ന വിഷം മൂലമുണ്ടാകുന്ന ലക്ഷണത്തെക്കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണ്. 44 കേസിലെ വസ്തുതകളും സാഹചര്യങ്ങളും പരിചയമുള്ള ഏതൊരു വ്യക്തിയെയും വാമൊഴിയായി പരിശോധിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന BNSSൻ്റെ ഏത് വ്യവസ്ഥയാണ്? ആൻസർ സെക്ഷൻ 150. 45 മരണകാരണത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തുന്നതിനുള്ള നടപടിക്രമം താഴെ പറയുന്നവയിൽ ഏതാണ് നൽകുന്നത്? ആൻസർ എ BNSSലെ സെക്ഷൻ 196. 46 ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. 1, 2 മാത്രമാണ് ശരി. ഒരു കാരിക്കേച്ചർ ഒരു രേഖയാണ്. ഏതൊരു വ്യക്തിയും ബോധവാന്മാരായിരിക്കുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയും വസ്തുതയായി കണക്കാക്കപ്പെടുന്നു. 47 BNS പ്രകാരം കൊലപാതകത്തിൽ നിന്നും കുറ്റകരമായ കൊലപാതകത്തെ വേർതിരിക്കുന്ന വകുപ്പ്? സെക്ഷൻ സി 101. ഓപ്ഷൻ സി സെക്ഷൻ 101. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് മരിച്ച വ്യക്തികൾ നടത്തുന്ന പ്രസ്താവനകളുടെ പ്രസക്തി കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ബി സെക്ഷൻ 26. മനുഷ്യക്കടത്ത് കുറ്റകൃത്യം ഇനി പറയുന്ന പ്രകാരം നിർവചിച്ചിരിക്കുന്നു. ആൻസർ ബി BNSലെ സെക്ഷൻ 143. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് തെളിവ് എന്നതിനെ നിർവചിക്കുന്നത്? ആൻസർ ബി സെക്ഷൻ 2E. 51 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം എന്ന് നിർവചിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ എന്താണ്? ആൻസർ ഡി ആണ്. എല്ലാം വരും. വിവരം എന്നത് അഭിപ്രായം, ഉപദേശം, സാമ്പിൾ, മോഡൽ.
52 താഴെ പറയുന്നതിൽ ഏതാണ് 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 1A ശരിയായ പതിപ്പ് ഏതാണെന്നാണ്. ആൻസർ ബി ആണ്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സംസ്ഥാനത്തിൻ്റെ സുരക്ഷ, തന്ത്രപരമായ, ശാസ്ത്രീയ അല്ലെങ്കിൽ സാമ്പത്തിക താൽപ്പര്യങ്ങളെയും വിദേശ രാഷ്ട്രവുമായുള്ള ബന്ധത്തെയും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതിലൂടെ നയിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തൽ. 53 സെക്ഷൻ 11(1) പ്രകാരം ഏതെങ്കിലും മൂന്നാം കക്ഷിക്ക് രേഖാമൂലമുള്ള നോട്ടീസ് നൽകാൻ കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എത്ര സമയമാണുള്ളത്? 5 ദിവസം. ആൻസർ ആണ് 5 ദിവസം. 54 ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാം ശരിയാണ്. 1, 2, 3. ഒരു വിദേശ സംസ്ഥാനത്തിൽ നിന്നും ഒരു ഇന്ത്യൻ പൗരനും ഒരു പദവിയും സ്വീകരിക്കാൻ പാടില്ല. സംസ്ഥാനം നൽകുന്ന ഒരു പദവിയിൽ ഒരു സൈനിക പദവിയുടെ സ്വഭാവത്തിൽ വിലക്കില്ല. സൈനികമോ അക്കാദമിക് പദവിയോ അല്ലാതെ ഒരു പദവിയും സംസ്ഥാനം നൽകുന്നതല്ല. എല്ലാം ശരിയാണ്. അടുത്ത 55 ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം നൽകുന്ന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി അതിൻ്റെ റിട്ട് അധികാര പരിധിയിൽ വിനിയോഗിക്കാവുന്ന എല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരം അതിൻ്റെ അധികാര പരിധിയുടെ പ്രാദേശിക പരിധിക്കുള്ളിൽ പ്രയോഗിക്കാൻ പാർലമെൻറ്റിന് നിയമം വഴി മറ്റേതൊരു കോടതിയെയും അധികാരപ്പെടുത്താം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഇതിനായി വ്യവസ്ഥ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 32(3) ആൻസർ സി. ആർട്ടിക്കിൾ 32(3). ആർട്ടിക്കിൾ 32(1) എന്താ? മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. 32(1). 32(2)ലാണ് റിട്ട് പുറപ്പെടുവിപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം. 32(3)ലാണ് സുപ്രീം കോടതിയുടെ ഈ അധികാരങ്ങൾക്ക് ഭംഗം വരാതെ തന്നെ മറ്റു കോടതിക്കും, ഉദാഹരണത്തിന് കീഴ്ക്കോടതിക്ക്, അവരുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരം നൽകാൻ പാർലമെൻറ്റിന് നിയമനിർമ്മാണത്തിലൂടെ സാധിക്കുമെന്ന് ഈ വകുപ്പ് വ്യക്തമാക്കുന്നു. 56 രാഷ്ട്രം നിരന്തരം ഉയർന്ന തലത്തിലുള്ള പരിശ്രമത്തിലേക്കും നേട്ടത്തിലേക്കും ഉയരുന്നത് വ്യക്തിഗതവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്താൻ പരിശ്രമിക്കേണ്ടത് പൗരൻ്റെ കടമയാണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ അനുശാസിക്കുന്നു? ആൻസർ സി ആണ്. ആർട്ടിക്കിൾ 51(AJ) ആണ്. 51(AJ) എന്താ പറയുന്നത്? മേഖലകളിലും 51(AJ) എന്താ പറയുന്നത്? വ്യക്തിഗതവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവിനായി പരിശ്രമിക്കുക, അതുവഴി രാജ്യം നിരന്തരം പരിശ്രമത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉന്നത തലത്തിലേക്ക് ഉയരുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്നത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണെന്ന് പറയുന്നത് 51(AJ). അതായത് നമ്മുടെ വ്യക്തിഗതവും കൂട്ടായ പ്രവർത്തനത്തിലൂടെ രാജ്യത്തിലെ മികവിനും ഒക്കെ ശ്രമിക്കുക, എന്നിട്ട് അതുവഴി രാജ്യം നിരന്തരം പരിശ്രമത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉന്നതങ്ങളിലേക്ക് ഉയരുന്നു എന്ന് ഉറപ്പുവരുത്തുക. 51(AJ). 57 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് കമ്പനിയിലെ അംഗമെന്ന നിലയിലും കമ്പനിയുടെ മറ്റ് അംഗങ്ങളുമായി പൊതുവായും ഏതെങ്കിലും സർക്കാർ കരാറിൽ നിന്ന് പ്രയോജനം നേടുന്ന ഒരു സംയോജിത കമ്പനിയുടെ ലാഭത്തിൽ അത്തരം പ്രവൃത്തിയെ മോശം പെരുമാറ്റമായി കണക്കാക്കാതെ തന്നെ പങ്കെടുക്കാൻ അനുവദിക്കുന്ന ആർട്ടിക്കിൾ 317(4) ആർട്ടിക്കിൾ 317 എന്ന് വെച്ചാൽ ഇവരെ പിരിച്ചുവിടുന്നതാണ് അംഗങ്ങളെ. അപ്പോൾ 317(4) ഈ ഒരു കാര്യം പറയുന്നത്. 58 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ തൻ്റെ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലോ കൂടുതൽ പദവികൾക്ക് ഉള്ളവനായിരിക്കില്ലെന്ന് അനുശാസിക്കുന്നത്? ആർട്ടിക്കിൾ 148(4). 59 ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നതിൽ പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാം ശരിയാണ്. ഭരണഘടനാ പ്രകാരം ജാതിക്കാർക്ക് നൽകിയിട്ടുള്ള സുരക്ഷാ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അത്തരം സംരക്ഷണ മാർഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക. നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിന് കീഴിലോ സർക്കാരിലെ ഏതെങ്കിലും ഉത്തരവിന് കീഴിലോ പട്ടികജാതിക്കാർക്ക് നൽകിയിട്ടുള്ള സംരക്ഷണ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അത്തരം സംരക്ഷണ മാർഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക. പട്ടികജാതിക്കാരുടെ അവകാശങ്ങളും സംരക്ഷണ മാർഗങ്ങളും നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാതികൾ അന്വേഷിക്കുക.
60 താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി ഒരു സംസ്ഥാന ഗവർണർ ഒരു ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കേണ്ടത്? ആർട്ടിക്കിൾ 243 ആൻസർ സി ആണ്. 61 വിവര സാങ്കേതിക നിയമത്തിലെ സെക്ഷൻ 43A പ്രകാരം ഒരു കോർപ്പറേറ്റ് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാണ്. 43A പ്രകാരം കോർപ്പറേറ്റ് ആർക്കാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? ആൻസർ ബി. ഏത് സാഹചര്യത്തിലാണ് കൊടുക്കേണ്ടത്? ആൻസർ ബി ആണ്. ന്യായമായ സുരക്ഷാ രീതികളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും അതുവഴി ഏതെങ്കിലും വ്യക്തിക്ക് തെറ്റായ നഷ്ടമോ ലാഭമോ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66B പ്രകാരം ഒരു വ്യക്തി ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ശിക്ഷിക്കപ്പെടും. ആൻസർ സി ആണ്. 66B പ്രകാരം വ്യക്തി മോഷ്ടിക്കപ്പെട്ടതായി അറിഞ്ഞോ വിശ്വസിക്കാൻ കാരണമുണ്ടായോ മോഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും കമ്പ്യൂട്ടർ ഉറവിടമോ ആശയവിനിമയ ഉപകരണമോ സത്യസന്ധതയില്ലാതെ സ്വീകരിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുമ്പോൾ 66B പ്രകാരം ശിക്ഷിക്കപ്പെടും. 66B പ്രകാരം മോഷ്ടിക്കപ്പെട്ട വസ്തു സത്യസന്ധമല്ലാതെ കൈവെക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടും. 63 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 67B പ്രകാരം കുട്ടികളെ ലൈംഗികമായി പ്രകടമാക്കുന്ന പ്രവൃത്തികൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്യുന്നതിന് ആദ്യമായി ചെയ്യുന്ന കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ്? ആൻസർ ബി ആണ്. 5 വർഷം വരെ തടവും 10 ലക്ഷം വരെ പിഴയും. ആദ്യത്തെ ശിക്ഷയാണ് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. സൈബർ കുറ്റകൃത്യം അന്വേഷണങ്ങളിൽ ഉപയോഗിക്കുന്ന IPDRൻ്റെ പൂർണ്ണരൂപം. സൈബർ കുറ്റകൃത്യ അന്വേഷണങ്ങളിൽ ഉപയോഗിക്കുന്ന IPDRൻ്റെ പൂർണ്ണരൂപമാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഡീറ്റെയിൽ റിപ്പോർട്ട്. IPDR ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഡീറ്റെയിൽ റിപ്പോർട്ട്. സൈബർ അന്വേഷണത്തിൽ തത്സമയ ഫോറൻസിക്കിൻ്റെ ഉദ്ദേശത്തെ ഇനി പറയുന്നതിൽ ഏതാണ് നന്നായി വിവരിക്കുന്നത്? ആൻസർ സി ആണ്. പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അസ്ഥിരമായ ഡാറ്റ ശേഖരിക്കാൻ. എന്താണ് സൈബർ അന്വേഷണത്തിലെ തത്സമയ ഫോറൻസിക് എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നതിന് മുന്നേ അസ്ഥിരമായ ഡാറ്റ ശേഖരിക്കൽ. ഒരു സ്റ്റാറ്റിക് IP വിലാസത്തെ എങ്ങനെയാണ് ഏറ്റവും നന്നായി വിവരിക്കുന്നത്? സ്റ്റാറ്റിക് IP എന്ന് വെച്ചാൽ സ്ഥിരമായി നിലനിൽക്കുന്നതും സ്വമേധ കോൺഫിഗർ ചെയ്തതുമായ ഒരു IP. DOF ആക്രമണം, അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ ഡിനൈൽ ഓഫ് സർവീസ്, അതാണ് DOS. 68 ഒരു സ്ത്രീ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്ന ഏതൊരു പുരുഷനും ഏത് കുറ്റമാണ് ചെയ്യുന്നത്? ആൻസർ ബി ആണ്. സൈബർ സ്റ്റോക്കിംഗ്, സൈബർ പിന്തുടരൽ. 69 CSIRT വികസിപ്പിക്കുക. CSIRTൻ്റെ ഫുൾ ഫോമാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് റെസ്പോൺസ് ടീം. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് റെസ്പോൺസ് ടീം. 70 ഇനി പറയുന്നതിൽ ഏതാണ് ഡിജിറ്റൽ ഫോറൻസിക്കിൻ്റെ ശാഖകൾ? എല്ലാമാണ്. ആൻസർ ഡി ആണ്. ഡിസ്ക് ഫോറൻസിക്, പ്രിൻ്റർ ഫോറൻസിക്, നെറ്റ്വർക്ക് ഫോറൻസിക്. 71 വ്യക്തിപരമായ വളർച്ചയ്ക്കും സ്വയം യാഥാർത്ഥ്യമാക്കലിനും ഊന്നൽ നൽകുന്ന മനഃശാസ്ത്ര സമീപനം ഏതാണ്? ആൻസർ സി ഹ്യൂമാനിസ്റ്റിക്. 72 ചില ഉത്തേജകങ്ങളിൽ തിരഞ്ഞെടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഉൾപ്പെടുന്ന പ്രധാന മെമ്മറിയെ എന്ത് വിളിക്കുന്നു? ആൻസർ ബി ശ്രദ്ധ. 73 ഗസ്റ്റാൾട്ട് സൈക്കോളജിയെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി? ആൻസർ സി ആണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജി അതിൻ്റെ ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്നു. 74 മുൻവിധിയെയും വിവേചനത്തെയും കുറിച്ചുള്ള ഏത് പ്രസ്താവന ശരിയാണ്? ആൻസർ സി ആണ്. മുൻവിധി എന്നാൽ മനോഭാവം, വിവേചനം എന്നാൽ പെരുമാറ്റം. 75 എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ കൗമാരകാലത്തെ പ്രാഥമിക മാനസിക സാമൂഹിക സംഘർഷം ഇവയാണ്. ആൻസർ ഡി ഐഡൻറ്റിറ്റി വേഴ്സ് റോൾ, ആശയക്കുഴപ്പം. 76 മനഃശാസ്ത്രത്തിൽ മോഡലിങ്ങിനെ ഏറ്റവും നന്നായി ഉദാഹരണമാക്കുന്നത് എന്താണ്? ആൻസർ ബി അനുകരണത്തിലൂടെയുള്ള പഠനം. 77 സാംസ്കാരിക അഭാവം ഏത് മാനസിക മേഖലയാണ് ഏറ്റവും ശക്തമായി ബാധിക്കുന്നത്? ആൻസർ എ ആണ്. വൈജ്ഞാനിക വികസനം. 78 ഇൻ്റർഗ്രൂപ്പ് സംഘർഷത്തെക്കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? ആൻസർ ബി. ഇത് സാധാരണയായി മത്സരത്തിൽ നിന്നും മനസ്സിലാക്കിയ അസമത്വങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. 79 മനഃശാസ്ത്രപരമായ ആശയത്തെ അതിൻ്റെ ശരിയായ വിവരണവുമായി പൊരുത്തപ്പെടുത്തുക. അതിൽ ആൻസർ ബി ആണ്. 1B ശ്രദ്ധ, വരുന്ന വിവരങ്ങൾ ക്രമീകരിക്കൽ. 2C ഓർമ്മ, വിവരങ്ങൾ നിലനിർത്തലും വീണ്ടെടുക്കലും. ശ്രദ്ധ, വരുന്ന വിവരങ്ങളെ ക്രമീകരിക്കൽ. ഓർമ്മ, വിവരങ്ങൾ നിലനിർത്തലും വീണ്ടെടുക്കലുമാണ് ഓർമ്മ. 3D ആണ് ബുദ്ധി,
പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടലാണ് ബുദ്ധി. വികാരം 4A, വികാരങ്ങൾ അനുഭവിക്കൽ, വികാരം. 50 സൈദ്ധാന്തികനെ അവരുടെ സംഭാവനയുമായി പൊരുത്തപ്പെടുത്തുക. ആൻസർ ഡി ആണ്. എറിക് എറിക്സൺ എന്താണ്? മാനസിക സാമൂഹിക ഘട്ടങ്ങൾ വികസനം. മാനസിക സാമൂഹിക ഘട്ടങ്ങൾ വികസനം എറിക് എറിക്സൺ. ആൽബർട്ട് ബന്ദുറ 2A ആണ്. ആൽബർട്ട് ബന്ദുറ നിരീക്ഷണ പഠനം ആൽബർട്ട് ബന്ദുറ. 3 ലോറൻസ് കോൾബർഗ് B ആണ്. ധാർമ്മികതയുടെ ഘട്ടങ്ങൾ വികസനം. ലോറൻസ് കോൾബർഗ് ധാർമ്മികതയുടെ ഘട്ടങ്ങൾ വികസനം. ഹാൻസെലി പൊതുവായ അഡാപ്റ്റേഷൻ സിൻഡ്രോം സമ്മർദ്ദം. സമ്മർദ്ദം പൊതുവായ അഡാപ്റ്റേഷൻ സിൻഡ്രോം. 81 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്പോട്ട് ദ ഇറർ ഇൻ ദ സെക്ഷൻ ഇൻ ഇറ്റാലിക്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആണ്. ക്യാൻ യു ഗീവ് സം ഇൻഫർമേഷൻസ് ഓൺ ദ യൂസസ് ഓഫ് ലേസസ്. ഇവിടെ നമ്മൾ എന്താ പറയുക, ഇൻഫർമേഷൻസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ ആയിട്ടുള്ളതാണ്, നമുക്ക് എണ്ണാൻ പറ്റാത്ത സാധനമാണ്. അത് നമ്മൾ സിംഗുലർ പ്ലൂറൽ എന്നൊന്നുമില്ല. ഇൻഫർമേഷൻ പ്ലൂറൽ വേണ്ടെടുക്കുകയും നമ്മൾ ഇൻഫർമേഷൻസ് എന്ന് ഉപയോഗിക്കില്ല, ഇൻഫർമേഷനെ ഉപയോഗിക്കും. ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കില്ല. 82 ചൂസ് ദ മോസ്റ്റ് കറക്റ്റ് ഓപ്ഷൻ ആണ്. ഐ എൻജോയ്ഡ് ദ ഡാഷ് പാർട്ട് ഓഫ് ദ മൂവി മോർ ദാൻ ദ ഡാഷ്. അതായത് നമ്മൾ മൂവിയുടെ ആദ്യ പാർട്ടാണ് മൂവിയുടെ ലേറ്റസ്റ്റ് അവസാന പാട്ടാണ് മൂവിയുടെ ആദ്യ പാട്ടിനേക്കാളും ഇഷ്ടപ്പെട്ടതെന്നാണ്. ഇവിടെ ആൻസർ ഡി ആണ്. ലേറ്ററും ഫോർമറുമാണ്. 83 ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ആണ്. ഐ ഹോപ്പ് ഹി കോൾ സൂൺ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആൻസർ ബി ആണ്. വോണ്ട് ഹി ആണ്. അതായത് വിൽ പ്ലസ് നോട്ടാണ് വോണ്ട്. ഇവിടെ ഐ ഹോപ്പ് ഹി കോൾസ് സൂൺ ഇതൊരു ഫ്യൂച്ചർ അല്ലേ. ഫ്യൂച്ചർ ആകുമ്പോൾ നമ്മൾ വില്ലൊക്കെ ഉപയോഗിക്കൂലേ. അപ്പോൾ ഫ്രേസ് ഹി കോൾസ് സൂൺ റെഫേഴ്സ് ടു എ ഫ്യൂച്ചർ ആക്ഷൻ ഓർ ഇൻറ്റൻറ്റ്. ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ടാഗ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ ഓർ പ്രസൻറ്റ് ഇൻറ്റൻറ്റ് ഈസ് കൗണ്ടേർഡ് ബൈ എ നെഗറ്റീവ് ടാഗ് ഇൻ ദ ഫ്യൂച്ചർ ടെൻസ്. അതായത് ടാഗും ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോൾ നമ്മൾ വില്ല് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ നമുക്ക് സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആ വില്ലിൻ്റെ കൂടി എന്ത് ഉപയോഗിക്കണം? നോട്ടും കൂടി ഉപയോഗിക്കണം. ഐ ഹോപ്പ് ഹി കോൾസ് സൂൺ വോണ്ട് ഹി. 84 വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് കറക്റ്റ്ലി യൂസസ് ദ കോറിലേറ്റീവ് കൺജക്ഷൻ എയ്തർ ഓർ. ഇവിടെ ആൻസർ ബി ആണ്. യു ക്യാൻ എയ്തർ ടേക്ക് ദ ബസ് ഓർ വാക്ക്. ഫസ്റ്റ് കേസിലാണെങ്കിലോ എയ്തർ നോറാണ്. എയ്തറിൻ്റെ കൂടെ നമ്മൾ ഓറാണ് ഉപയോഗിക്കാൻ, എയ്തറിൻ്റെ കൂടെയാണ് നമ്മൾ നോർ ഉപയോഗിക്കുക. 85 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് ദ പ്രോപ്പർ യൂസ് ഓഫ് പ്രപ്പോസിഷൻ ആണ്. ഇവിടെ ദേ ആർ ഡിപ്പെൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് അത് തെറ്റാണ്. ബി ദ ബുക്ക് ഈസ് ഫുൾ വിത്ത് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഫുൾ ഓഫാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ഷീ ഇൻസിസ്റ്റഡ് ഓൺ ഹെൽപ്പിംഗ് ഹിം. ഇൻസിസ്റ്റഡ് ഓൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ ഡി ഹി കൺഗ്രാജുലേറ്റഡ് ഹെർ ടു ഹെർ സക്സസ്. തെറ്റാണ്. ഹി കൺഗ്രാജുലേറ്റഡ് ഓൺ ടു ഹെർ സക്സസ് ആണ്. മോർട്ടേജ് ഈസ് റിലേറ്റഡ് ടു. ആൻസർ സി ഡി ആണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. മോർട്ടേജ് എന്ന് വെച്ചാൽ പണയം അല്ലെങ്കിൽ ഈട് എന്നുള്ള ഒരു മീനിങ്ങിലാണ് മോർട്ടേജ്. 87 ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഇൻ ഇറ്റാലിക്സ്. ഐ റാൻ ഇൻ ടു അജിത് ആൻഡ് ഹിസ് ഫാമിലി അറ്റ് ദ മാൾ യെസ്റ്റർഡേ. റാൻ ഇൻ ടു എന്ന് വെച്ചാൽ മീറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി. 88 ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ വേർഡ് ഇൻ ഇറ്റാലിക്സ്. മൈ ഗ്രാൻഡ് ഫാദർ used to give me very sagacious advice when I was growing up. ഇവിടെ സഗാസിയസിൻ്റെ മീനിങ് ആണ്, അത് വൈസ് ആണ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ ബുദ്ധിശക്തിയുള്ള, വിവേകമുള്ള അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള എന്നിങ്ങനെയാണ് അർത്ഥം വരുന്നത്. 89 choose the most suitable one word substitute for the phrase in italics. The passage given above is a piece of writing about the writer's journey to different places. അതായത് ഇവിടെ പല സ്ഥലങ്ങളിൽ അയാൾ പോയ സാധനത്തെക്കുറിച്ചുള്ള എഴുത്തുകളാണെന്നാണ് പറയുന്നത്. അത് ആൻസർ ഡി ആണ്. ട്രാവലോഗ്. 90 ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ദ ന്യൂ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഈസ് എ ഡാഷ് ബിറ്റ്വീൻ ദ ഇൻഹബിറ്റൻസ് ഓഫ് ദ ടൗൺ ആൻഡ് ദ അതോറിറ്റീസ്. ഇവിടെ ദ ന്യൂ ആൻസർ ബി ആണ്. ബോൺ ഓഫ് കണ്ടൻഷൻ തർക്കവിഷയം.
അതായത് ദ ന്യൂ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഈസ് എ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ദ ഇൻഹെബിറ്റൻസ് ഓഫ് ദ ടൗൺ ആൻഡ് ദ അതോറിറ്റീസ്. അതായത് പുതിയ ശുദ്ധീകരണ പ്ലാന്റ് പട്ടണവാസികളും അധികാരികളും തമ്മിലുള്ള ഒരു തർക്ക വിഷയമാണ്. 91 ആഗമസന്ധിക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്നാണ്. ആൻസർ ബി ആണ് 1, 3. ഓടി പ്ലസ് എത്തിയ, ഓടി എത്തിയ. ഇവിടെ ഓടി പ്ലസ് എത്തിയയിൽ അവിടെ എന്താ യാ എന്നുള്ള സൗണ്ട് പുതുതായി വന്നു, ബാക്കിയൊക്കെ അതുപോലെ ഉണ്ട്. അതായത് ഓടി പ്ലസ് എത്തിയയിൽ ഓടി എത്തിയ എന്നുള്ളതിൽ യാ സൗണ്ട് എക്സ്ട്രാ വന്നുകൊണ്ട് അത് ആഗമമാണ്. പുറത്ത് പ്ലസ് ഇറക്കി, പുറത്തിറക്കി. ഇവിടെ ശരിക്ക് എന്നുള്ള സൗണ്ട് പോകുന്നുണ്ട്, വേറൊന്നും വരുന്നുമില്ല. അതായത് ഇതൊരു ലോപസന്ധിയാണ്. ഇനി ചിരി അടക്കാൻ, ചിരി പ്ലസ് അടക്കാൻ, ചിരി അടക്കാൻ. ചിരി പ്ലസ് അടക്കാൻ, അതായത് ചിരിയുമുണ്ട് അടക്കാനും ഉണ്ട്. പക്ഷേ യാ എക്സ്ട്രാ വന്നു, അതുകൊണ്ട് ഒരു ഉള്ളതിൽ എക്സ്ട്രാ വന്നുകൊണ്ട് ആഗമസന്ധി. 92 തന്നിരിക്കുന്ന പദങ്ങളിൽ മൊഴി കൊടുക്കുക എന്നർത്ഥം വരുന്ന വാക്കേത്. ആൻസർ ചെയ്യാണ് കൈപ്പീത്ത് കൊടുക്കുക. 93 ശരിയായ പദങ്ങളുടെ ശ്രേണി കണ്ടെത്തുക. ഇവിടെ ശരിയായത് അതായത് തെറ്റില്ലാത്ത പദങ്ങൾ ആൻസർ ചെയ്യാണ് ശ്രേഷ്ഠം, മത്തേഭം, സ്വച്ഛം, ധാർഷ്ട്യം. വുഡ്സ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം. വുഡ്സ് എന്ന് വെച്ചാൽ നമ്മൾക്ക് 2 മീനിങ് വരും. സന്ദർഭത്തിനനുസരിച്ച് എന്താ പറയുക, കാട് എന്നുള്ള മീനിങ്ങും വരും, എന്നാൽ മരം, തടിയെന്നും വരും. അപ്പോൾ ഇവിടെ ആൻസർ ബി ആണ്, വനം, കാനനം, കാട്, വിപിനം. 95 തന്നിരിക്കുന്ന പദശ്രേണിയിൽ അല്ലൽ എന്നർത്ഥം വരുന്ന ഇതേത്. ആൻസർ ഡി ആണ്, ദുഃഖം, സങ്കടം, ശോകം. 96 ദ്വേത നാരായണീയം എന്ന ചൊല്ലിൽ പരാമർശിക്കുന്ന 2 നാരായണന്മാർ ആരൊക്കെയാണ്. ആൻസർ ബി ആണ്, മേൽപ്പത്തൂർ നാരായണ ഭട്ടിതിരിയും ഗുരുവായൂരപ്പനും. 97 ദഹനൻ എന്ന വാക്കിൻ്റെ പര്യായമായി വരുന്നത് അഗ്നിയും തീയുമാണ്. കുതുകം എന്ന് വെച്ചാൽ കൗതുകം, ആഗ്രഹം, സന്തോഷം, ഉത്സാഹവും. ചലം എന്ന് വെച്ചാൽ വ്യാജം, കപടം, കൂട്, വക്രത. 98 നരബുക്ക്. നമുക്കറിയാം സസ്യബുക്ക്, ജന്തുബുക്ക്, അതുപോലെ തന്നെ പറയുന്ന നരബുക്ക്. നരബുക്ക് എന്ന് വെച്ചാൽ നരൻ എന്ന് വെച്ചാൽ മനുഷ്യനാണല്ലോ, അപ്പോൾ നരബുക്ക് എന്തായിരിക്കും, മനുഷ്യനെ ഭക്ഷിക്കുന്നവൻ, നരനെ ഭുജിക്കുന്നത്. 99 പൊൽത്തിടമ്പ് എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ പൊൻ പ്ലസ് തിടമ്പാണ് പൊൽത്തിടമ്പ്. അടുത്ത 100 നൽകിയിരിക്കുന്ന പദങ്ങളിൽ വേറിട്ട അർത്ഥം വരുന്ന പദമേത്. ആൻസർ ഡി ആണ്, പണ്ഡിതൻ. ബാക്കി ഭൂപതി, ധാത്രീശൻ, ധരണീപതി ഒക്കെ ഭൂമിയുടെ നാഥന്മാർ എന്നുള്ളതാണ്. ഭൂപതി ഭൂമിയുടെ നാഥൻ, ഭൂവും ധാത്രിയും ധരണിയൊക്കെ ഭൂമിൻ്റെയാണ്. അപ്പോൾ അതിൽ ഭൂപതി, ധാത്രീശൻ, ധരണീപതി എന്നൊക്കെ പറയുമ്പോൾ ഭൂമിയുടെ നാഥന്മാരാണ്. അപ്പോൾ ആൻസർ ഡി ആണ് വേറിട്ടത്, പണ്ഡിതൻ. താങ്ക് യു.